അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻസ് ഓർഗൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് സ്പെഷ്യൽ സെൻസസ് അല്ലെങ്കിൽ സ്പെഷ്യൽ സെൻസേഷൻസ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് ഈ സ്ലൈഡിൽ കാണുന്ന പോലെ ദി സെൻസസ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സെൻസേഷൻസ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സെൻസ് ഓർഗൻസ് അതിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് പറയാം. അപ്പോൾ ഈ സ്ലൈഡിൽ കാണുമ്പോൾ തന്നെ നമുക്ക് 5 സ്ട്രക്ചേഴ്സ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഇസ് സ്കിൻ, നോസ്, ഇയർ, ഐ ആൻഡ് ടങ്. ഈ 5 സ്ട്രക്ചേഴ്സിനെ കാണാം. ഈ 5 എണ്ണത്തിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് സെൻസ് ഓർഗൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സെൻസേഷൻസ് വരുമ്പോൾ 2 തരത്തിൽ സെൻസേഷൻസ് ഉണ്ട്. ജനറൽ സെൻസേഷൻസ് ആൻഡ് സ്പെഷ്യൽ സെൻസേഷൻസ്. ജനറൽ സെൻസേഷൻസ് എന്ന് പറയുമ്പോൾ യൂഷ്വലി സ്കിന്നിൽ നിന്ന് അറൈസ് ചെയ്യുന്ന സെൻസേഷൻസ് ആണ്. ലൈക്ക് പെയിൻ, ടച്ച്, ടെമ്പറേച്ചർ, വൈബ്രേഷൻ അങ്ങനെയൊക്കെ ഉള്ളത്. അത് സ്കിന്നിൽ നിന്ന് അറൈസ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള സെൻസേഷൻസിനെ നമ്മൾ സ്പെഷ്യൽ സെൻസേഷൻസ് എന്നാണ് പറയുന്നത്. അതായത് ഐ, നോസ്, ഇയർ, ടങ് അതിനകത്ത് വരുന്ന സ്മെല്ല്, അതുപോലെ തന്നെ ടേസ്റ്റ്, ദെൻ വിഷൻ ആൻഡ് ഓഡിഷൻ ഓർ ഹിയറിംഗ്. ഈ 4 എണ്ണത്തിനെ നമ്മൾ സ്പെഷ്യൽ സെൻസസ് എന്നാണ് പറയുന്നത്. കാരണം അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓർഗൻസും അതുപോലെ തന്നെ അവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഹേവിയറിൽ അവർക്ക് വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള റോൾസ് ഇതൊക്കെ കൊണ്ടാണ് അവരെ സ്പെഷ്യൽ സെൻസേഷൻസ് എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പോൾ സ്കിന്നിൽ വരുന്ന സെൻസേഷൻസ് ജനറൽ ആണ്. ബാക്കിയുള്ള 4 എണ്ണമാണ് സ്പെഷ്യൽ സെൻസേഷൻസ് വരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ സെൻസേഷൻസിൽ ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത് സെൻസ് ഓഫ് സ്മെൽ, that is called olfaction. So moving on to the first special sensation, that is olfaction, which is also called the sense of smell. അപ്പോൾ ഈ സ്മെൽ സെൻസേഷൻ അതുപോലെ തന്നെ ടേസ്റ്റ് സെൻസേഷൻ ഇത് രണ്ടിനെയും നമ്മൾ കെമിക്കൽ സെൻസേഷൻസ് ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്മെല്ലിന് ഹെൽപ്പ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് അതിനെ കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ടേസ്റ്റിന് ഹെൽപ്പ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സിനെയും കീമോ റിസെപ്റ്റേഴ്സ് എന്ന് പറയും. രണ്ടും 2 സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷെ അത് കെമിക്കൽസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കാരണം അവരെ കീമോ റിസെപ്റ്റേഴ്സ് എന്നുള്ള പേരിലാണ് പറയുന്നത്. അപ്പോൾ ഈ സ്മെൽ സെൻസേഷന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മൂക്കാണ്, നോസ് അതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ ടേസ്റ്റ് ആൻഡ് സ്മെൽ സെൻസേഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അവർ മ്യൂച്വലി കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതാണ്. അതായത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടിയാലാണ് നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുക. അത് എപ്പോഴും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചില സമയത്ത് നമുക്ക് നല്ല ജലദോഷമുണ്ട് അല്ലെങ്കിൽ മൂക്കടഞ്ഞിരിക്കുകയാണ്. ആ സമയം നമുക്ക് സ്മെല്ല് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ടേസ്റ്റും അറിയാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും മ്യൂച്വലി കോംപ്ലിമെൻ്ററി ആയിട്ട് ഇരിക്കുന്ന 2 സെൻസേഷൻസ്, രണ്ടും കെമിക്കൽ സെൻസേഷൻസ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതിൽ വരുന്ന കുറച്ച് കണക്ഷൻസും അതുകൊണ്ടാണ് ഇത് മ്യൂച്വലി കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കാണ് സ്മെൽ സെൻസേഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ട്രക്ചർ. മൂക്ക് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. എസ്പെഷ്യലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഒരു പാർട്ടാണ്. അതിൻ്റെ നോൺ റെസ്പിറേറ്ററി ഫങ്ഷനാണ് സ്മെൽ സെൻസേഷൻ. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് എൻട്രി ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്. അതായത് നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യാനും കൂടിയാണ് ഈ നോസ് ഹെൽപ്പ് ചെയ്യുന്നത്. എസ്പെഷ്യലി നേസൽ ഹെയേഴ്സ്. നമ്മുടെ എല്ലാവരുടെയും മൂക്കിനകത്ത് ഒരുപാട് ഹെയേഴ്സ് ഉണ്ട്. ആ ഹെയേഴ്സാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യണതും ഒക്കെ. അതുപോലെ അതിൻ്റെ ഏറ്റവും ബേസിലായിട്ട് മ്യൂക്കസ് സെക്രീഷൻ ഉണ്ട്. അപ്പോൾ ആ മ്യൂക്കസ് കുറച്ച് ഇതിന് സ്റ്റിക്കി ആയിട്ടുള്ളൊരു സാധനം കൂടിയാണ്. അപ്പോൾ അത് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ട്രാപ്പ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സോ നോസ് is the most important part for smell sensation. അപ്പോൾ ഇതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ഓൾഫാക്ടറി മെംബ്രെയിൻ. ഓൾഫാക്ടറി മെംബ്രെയിൻ is also called olfactory mucous membrane. അപ്പോൾ അത് കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ളൊരു കളറിലാണ് ഈ മെംബ്രെയിൻ ഇരിക്കുന്നത്. and is situated in the roof of the nasal cavity above the superior concha. അപ്പോൾ അവിടെയായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ മ്യൂക്കസ് സെക്രീഷനും കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ഓൾഫാക്ടറി മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന സ്ട്രക്ചറാണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ആൻഡ് ദേ ആർ ബൈപോളാർ ന്യൂറോൺസ്. ഇപ്പോൾ റിസെപ്റ്റേഴ്സ് എന്താണ് എന്നുള്ളത് അറിയാം. റിസെപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസേഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഏജൻസ് ആണ്. അപ്പോൾ ഇവിടെ സ്മെൽ സെൻസേഷനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏജൻസ് ആണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ബൈപോളാർ ന്യൂറോൺസ്. ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ആണ് ന്യൂറോണിൻ്റെ. അപ്പോൾ അതിൽ സെൽ ബോഡിയുടെ ഒരു എൻഡിൽ നിന്ന് ഡെൻഡ്രൈറ്റും മറ്റേ എൻഡിൽ നിന്ന് ആക്സോണൈറ്റും അല്ലെങ്കിൽ ആക്സോണും എറൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ളതാണ് ബൈപോളാർ ന്യൂറോൺസ്. അപ്പോൾ ഇത്തരം ബൈപോളാർ ന്യൂറോൺസ് ആണ് ഈ ഓൾഫാക്ടറി മെംബ്രെയിനിൽ കാണുന്നത്.
പിന്നെ ഈ ബൈപോളാർ ന്യൂറോൺസിൻ്റെ ഒക്കെ അറ്റത്തായിട്ട് ഓൾഫാക്ടറി സീലിയ പ്രസൻ്റ് ആണ്. അതാണ് നമ്മുടെ ഈ മൂക്കിൽ കാണുന്ന ഹെയേഴ്സ്. ഈ ഹെയേഴ്സ് ആക്ച്വലി തലമുടി പോലെയുള്ള മുടിയല്ല, അത് കുറച്ച് തിക്കാണ്. കാണുമ്പോൾ ഏകദേശം നമ്മുടെ കൺപീലി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ പിരുകത്തിൻ്റെ ഹെയേഴ്സ് പോലെയൊക്കെ തോന്നും. പക്ഷേ ദേ ആർ ആക്ച്വലി ദി receptors, or they are the actual receptors that sense the odorant molecules or pass the information of the odorant molecules. അപ്പോൾ ഈ സീലിയ എന്ന് പറയുന്നത് ബൈപോളാർ ന്യൂറോൺസിൻ്റെ അറ്റത്ത് നിന്ന് അറൈസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അതാണ് നമ്മുടെ നേസൽ ക്യാവിറ്റിയുടെ അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ സീലിയയുടെയൊക്കെ ഏറ്റവും ബേസിലായിട്ട്, അല്ലെങ്കിൽ ഈ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിൻ്റെ ബേസിലായിട്ട് ബേസൽ സെൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഡീജനറേഷൻ നടക്കുന്ന റിസെപ്റ്റേഴ്സ് ആണ്. അതായത് ഒരു 4-5 ആഴ്ച കൂടുമ്പോൾ ഈ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഇങ്ങനെ ഡീജനറേറ്റ് ചെയ്തിട്ട് പുതിയ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പുതിയ റിസെപ്റ്റേഴ്സ് ഡെവലപ്പ് ആവുന്നത് ഈ ബേസൽ സെൽസ് എന്നാണ്. ദി ബേസൽ സെൽസ് ആർ സീൻ അറ്റ് ദി ബേസ് ഓഫ് ദി ബൈപോളാർ ന്യൂറോൺസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓൾഫാക്ടറി മെംബ്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ ബൈപോളാർ ന്യൂറോൺസിൻ്റെ അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് കാണുന്നതാണ് ബോമൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ദാറ്റ് സെക്രീറ്റ് മ്യൂക്കസ്. അപ്പോൾ ഈ ഗ്ലാൻസ് ആണ് ആക്ച്വലി മൂക്കിനകത്തുള്ള സെക്രീഷൻസിനെ സെക്രീറ്റ് ചെയ്ത് വിടുന്നത്, ആ മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ബ്ലോക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സിനെ എല്ലാം റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ നേസൽ ക്യാവിറ്റിയാണ്. അപ്പോൾ ഈ നേസൽ ക്യാവിറ്റിക്ക് അകത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് അതിൻ്റെ ബൈപോളാർ നെർവ്സ് ന്യൂറോൺസ് ആണ്. ആ ന്യൂറോൺസിൻ്റെ സീലിയ അങ്ങനെ താഴത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഇത് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രക്ചറാണ്, അതിലേക്ക് ഞാൻ വരാം. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുകളിൽ ഓൾഫാക്ടറി ബൾബ് ഉണ്ട്, അവിടേക്കാണ് ഈ നെർവ്സ് ചെന്നിട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടിയും ഈ ഒരു ഓൾഫാക്ടറി മെംബ്രെയിനിൻ്റെ കുറച്ച് എൻലാർജ്ഡ് വ്യൂ ആണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്നതാണ് ബൈപോളാർ ന്യൂറോൺസ് എന്ന് പറയുന്ന അതിൻ്റെ സീലിയ ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ബോമൻസ് ഗ്ലാൻസും ഇങ്ങനെ കാണാൻ പറ്റും. ഈ ബോമൻസ് ഗ്ലാൻസ് ആണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതും ഈ സെയിം ഇതിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഇത് ഓൾഫാക്ടറി ബൾബ് കാണാം. ഓൾഫാക്ടറി ബൾബിലാണ് ശരിക്കും ഈ ന്യൂറോൺസ് ചെന്നിട്ട് എൻഡ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഓൾഫാക്ടറി നെർവായി ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ ആ ഒരു പാത്വേയിലേക്ക് പറയുമ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രക്ചർ ഓഫ് ദി ഓൾഫാക്ടറി മെംബ്രെയിൻ. അപ്പോൾ അടുത്തതായിട്ട് ഓൾഫാക്ടറി പാത്വേ, അതായത് എങ്ങനെയാണ് ഈ സ്മെൽ സെൻസേഷൻ ബ്രെയിനിലേക്ക് എത്തുന്നത്, നമ്മുടെ ബ്രെയിൻ അതിനെ സെൻസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എങ്ങനെ ഈ സ്മെൽ സെൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ആ എയറിനകത്തുള്ള ഒഡോറൻറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ സ്മെൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് അതിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നേസൽ ക്യാവിറ്റിയിൽ കൂടെ മൂക്കിൻ്റെ ഉള്ളിലുള്ള സ്പേസിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ഒഡോറൻറ്റ് മോളിക്യൂൾസ് നമ്മുടെ നേസൽ ഹെയേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ നേസൽ ഹെയേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് സീലിയ ആണ് എന്നുള്ളത്. അപ്പോൾ ആ നേസൽ ഹെയേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്ന സമയത്ത് ആ സീലിയ ആ ഇൻഫർമേഷൻ നേരെ അതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന കീമോ റിസെപ്റ്റർ സെൽസ്, ബൈപോളാർ ന്യൂറോൺസ് ആയിട്ടുള്ള കീമോ റിസെപ്റ്റേഴ്സിലേക്ക് അത് പാസ് ചെയ്യുന്നു. ഈ കീമോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ബൈപോളാർ ന്യൂറോൺസ് ആണ് ഓൾഫാക്ടറി നെർവ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ ബൈപോളാർ ന്യൂറോൺസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓൾഫാക്ടറി നെർവ് കമ്പൈൻ അതിങ്ങനെ ചെറിയ ചെറിയ നെർവ്സ് ആയിട്ട് അവർ ക്രിബ്രിഫോം പ്ലേറ്റിൽ കൂടെ പാസ് ചെയ്ത് ഓൾഫാക്ടറി ബൾബിൽ വന്നിട്ട് എൻഡ് ചെയ്യും. അപ്പോൾ ക്രിബ്രിഫോം പ്ലേറ്റ് എന്താണ് എന്നുള്ളത് അറിയായിരിക്കും. ഇറ്റ് ഈസ് ആക്ച്വലി എ പോറസ് ബോണി സ്ട്രക്ചർ വിത്തിൻ ദി എത്തിമോയിഡ് ബോൺ. ഓക്കെ, അപ്പോൾ എത്തിമോയിഡ് ബോണിനകത്ത് കാണുന്ന ഒരു ചെറിയൊരു ബോണി സ്ട്രക്ചറാണ്. അതിനകത്ത് ഒരുപാട് ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഹോൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾസിൽ കൂടെയാണ് ഓൾഫാക്ടറി നെർവ് പാസ് ചെയ്തിട്ട് ഓൾഫാക്ടറി ബൾബിൽ ചെന്ന് എൻഡ് ചെയ്യുന്നത്.
അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ ഈ ഓൾഫാക്ടറി നെർവ്സ് അല്ലെങ്കിൽ കുഞ്ഞി നെർവ്സ് ചെന്നിട്ട് ഓൾഫാക്ടറി ബൾബിൽ വന്ന് എൻഡ് ചെയ്യും. അപ്പോൾ ഓൾഫാക്ടറി ബൾബിനകത്ത് ചെറിയ ചെറിയ ബൾജ്ഡ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ ഗ്ലോമെറുലൈ എന്ന് പറയും, അല്ലെങ്കിൽ ഗ്ലോമെറുലസ് എന്ന് പറയും. സിംഗുലർ ആണെങ്കിൽ ഗ്ലോമെറുലസ് എന്ന് പറയും. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഗ്ലോമെറുലസ് ഉണ്ട്. അപ്പോൾ ആ ഗ്ലോമെറുലസിലാണ് ഈ നെർവ്സ് ചെന്നിട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം, ഇത് സീലിയ. സീലിയയിൽ നിന്ന് ഇൻഫർമേഷൻ ബൈപോളാർ ന്യൂറോൺസ് അല്ലെങ്കിൽ ഓൾഫാക്ടറി നെർവ്സ് വഴി പാസ് ചെയ്ത് ക്രിബ്രിഫോം പ്ലേറ്റ് വഴി പാസ് ചെയ്തിട്ട് അത് ഓൾഫാക്ടറി ബൾബിൽ വന്ന് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ഗ്ലോബുലാർ സ്ട്രക്ചേഴ്സിനെയാണ് ഗ്ലോമെറുലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോമെറുലൈയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഗ്ലോമെറുലസിൽ വന്നിട്ട് ഈ ന്യൂറോൺസ് എൻഡ് ചെയ്യും. അവിടെ നിന്നും ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് മിട്രൽ സെൽസ് ഓർ ടഫ്റ്റഡ് സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ രണ്ട് ഗ്രൂപ്പ് സെൽസ്, മിട്രൽ സെൽസ് ആൻഡ് ടഫ്റ്റഡ് സെൽസ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് സെൽസ് അതിനെ കളക്ട് ചെയ്യും, ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത ശേഷം അവർ ഓൾഫാക്ടറി ട്രാക്റ്റ് ആയിട്ട് മാറും. ഈ ഓൾഫാക്ടറി ട്രാക്റ്റ് ആണ് എന്നിട്ട് നമ്മുടെ ബ്രെയിനിൽ ചെന്നിട്ട് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിനിൽ ചെന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ ഓൾഫാക്ടറി ട്രാക്റ്റ് വഴിയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയാം, നമ്മൾ സ്മെൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത്, ശ്വാസമുള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള ഒഡോറൻറ്റ് മോളിക്യൂൾസ് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സീലിയയിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ആ സീലിയയിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ സീലിയ ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്ത ശേഷം ഓൾഫാക്ടറി നെർവിലേക്ക് അല്ലെങ്കിൽ ഈ ചെറിയ ബൈപോളാർ ന്യൂറോൺസിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആ ബൈപോളാർ ന്യൂറോൺസ് ക്രിബ്രിഫോം പ്ലേറ്റ് കൂടെ ക്രോസ് ചെയ്തിട്ട് അത് നേരെ ഓൾഫാക്ടറി ബൾബിനകത്തുള്ള ഗ്ലോമെറുലസിൽ വന്നിട്ട് എൻഡ് ചെയ്യും. അവിടെ നിന്നും അനദർ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്, അതായത് മിട്രൽ സെൽസ് ആൻഡ് ടഫ്റ്റഡ് സെൽസ്, ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്ത ശേഷം ഓൾഫാക്ടറി ട്രാക്റ്റ് ആയിട്ടാണ് അവർ ചെന്നിട്ട് ബ്രെയിനിൽ വന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഈ മിട്രൽ സെൽസും ടഫ്റ്റ് സെൽസും അല്ലെങ്കിൽ ടഫ്റ്റഡ് സെൽസ് അല്ലെങ്കിൽ ഓൾഫാക്ടറി ട്രാക്റ്റ് എന്ന് പറയുന്നത് അവർ ചെന്ന് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓൾഫാക്ടറി കോർട്ടെക്സിലാണ്. അതായത് ഈ സ്മെൽ സെൻസേഷൻ നടത്താനുള്ള ബ്രെയിനിലുള്ള കോർട്ടെക്സിലാണ് ചെന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് പാർട്സ് അതിനകത്ത് വരുന്നുണ്ട്, ഈ ഓൾഫാക്ടറി കോർട്ടെക്സിനകത്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കാണാം. ഇത് അതിന് മുന്നേ ഉള്ളൊരു പാർട്ടാണ്. ഓൾഫാക്ടറി ബൾബിൽ കൂടെ ഓൾഫാക്ടറി ട്രാക്റ്റ് വരുന്നു, എന്നിട്ട് അത് ചില സ്ട്രക്ചേഴ്സിൽ വന്ന് എൻഡ് ചെയ്യുന്നു. നമ്മുടെ ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറയുന്നത് ഇത്രയും സ്ട്രക്ചേഴ്സ് ഉണ്ട്. ടെമ്പറൽ ലോബിൽ വരുന്ന ഓൾഫാക്ടറി കോർട്ടെക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡല ആൻഡ് ഹൈപ്പോതലാമസ്, ഇത്രയും സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റെറ്റിക്കുലർ ഫോർമേഷൻ എന്ന് പറയുന്ന വേറൊരു സ്ട്രക്ചറും വരുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ആക്ഷൻസ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ആദ്യം കമ്മിങ് ടു ദി ഫ്ലോ ചാർട്ട്. സോ ദി ഓൾഫാക്ടറി receptors pass the information to the olfactory bulb. അവിടെ നിന്നും മിട്രൽ സെൽസ് ആൻഡ് ടഫ്റ്റഡ് സെൽസ് അല്ലെങ്കിൽ ഓൾഫാക്ടറി ട്രാക്ട് ഇൻഫർമേഷൻ 3 ഭാഗങ്ങളിലേക്കായിട്ടാണ് മെയിനായിട്ടും പാസ് ചെയ്യുന്നത്. ഒന്ന് ഫ്രണ്ടൽ കോർട്ടെക്സ്, ദെൻ ഹൈപ്പോതലാമസ് ആൻഡ് അമിഗ്ഡല ആൻഡ് ഹിപ്പോക്യാമ്പസ്. ഇങ്ങനെ 3 പാർട്സിലേക്കാണ് മെയിനായിട്ടും പാസ് ചെയ്യുന്നത്. ഇവരെയാണ് ഒരുമിച്ച് നമുക്ക് ഓൾഫാക്ടറി കോർട്ടെക്സ് എന്നുള്ള പേരിൽ പറയാൻ പറ്റുന്നത്. ഇതിൽ വീണ്ടും ആ പാർട്ടിലേക്ക് വരുന്നു, ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ ഒഡോറൻ മോളിക്യൂൾസ് അത് മ്യൂക്കസ് മെംബ്രെയിൻ വഴിയൊക്കെ പാസ് ചെയ്ത് ഓൾഫാക്ടറി ന്യൂറോൺസിലേക്ക് വരുന്നു. അവിടുന്ന് ഓൾഫാക്ടറി മിട്രൽ സെൽ ഇൻ ദി ഓൾഫാക്ടറി ബൾബ്, അവിടുന്ന് ഒരു സ്ട്രക്ചറാണ് ലാറ്ററൽ ഓൾഫാക്ടറി സ്ട്രൈ, അതിൽ കൂടെ പാസ് ചെയ്ത ശേഷം ആണ് അവർ ഓൾഫാക്ടറി കോർട്ടെക്സിലെത്തുന്നത്. അപ്പോൾ ഓൾഫാക്ടറി കോർട്ടെക്സിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള പാർട്സ് ആണ് ഒന്ന് ആൻറ്റീരിയർ ഓൾഫാക്ടറി കോർട്ടെക്സ്, പിന്നെ പിറിഫോം കോർട്ടെക്സ് അല്ലെങ്കിൽ പൈറിഫോം കോർട്ടെക്സ് എന്നും പറയും, ദെൻ അമിഗ്ഡലോയിഡ് കോർട്ടെക്സ് ആൻഡ് എൻറ്റോറൈനൽ കോർട്ടെക്സ് അല്ലെങ്കിൽ എൻറ്റോറൈനൽ ഏരിയ എന്നും പറയാറുണ്ട്. ഇതാണ് മെയിനായിട്ട് വരുന്ന ഓൾഫാക്ടറി കോർട്ടെക്സിൻ്റെ പാർട്സ്. അപ്പോൾ ഇവിടുന്ന് ഓരോരോ സ്ട്രക്ചേഴ്സിലേക്ക് കണക്ഷൻ ഉണ്ട്. അതിൽ ആൻറ്റീരിയർ ഓൾഫാക്ടറി കോർട്ടെക്സ്, പൈറിഫോം കോർട്ടെക്സ് ആൻഡ് അമിഗ്ഡലോയിഡ്, ഇത് 3 ഇൻഫർമേഷൻ പോകുന്നത് ഒന്ന്
ഫ്രോണ്ടൽ ഏരിയ ഓഫ് ദി സെറിബ്രൽ കോർട്ടെക്സിലേക്കാണ്. അത് ത്രൂ ദി തലാമസ് ആണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ എമിഗ്ഡലയിൽ നിന്ന് ഹിപ്പോ ക്യാമ്പസിലേക്കും ഹൈപ്പോതലാമസിലേക്കും ആ ഇൻഫർമേഷൻ പോകുന്നുണ്ട്. ആൻഡ് എൻഡോറൈനൽ കോർട്ടെക്സിൽ നിന്ന് ഇറ്റ് ഇസ് ടു ദി ഹിപ്പോ ക്യാമ്പസ്. അപ്പോൾ എൻഡോറൈനൽ കോർട്ടെക്സ് ആൻഡ് ഹിപ്പോ ക്യാമ്പസ് അത് ഈ ഒരു ഇതിൻ്റെ സെൻസേഷൻസിനെ സ്മെൽ സെൻസേഷനെ മെമ്മറൈസ് ചെയ്യാനായിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതാ ആ പറഞ്ഞതിൻ്റെ സെയിം ഒന്നുകൂടി കാണിച്ചത്. ഓൾഫാക്ടറി നെർവ് വഴിയൊക്കെ ഇൻഫർമേഷൻ പോയി. ഇതാണ് അതിൻ്റെ മെയിൻ പാർട്സ് വരുന്നത്. അപ്പോൾ ഇതിൽ എമിഗ്ഡല ഹൈപ്പോതലാമസിലേക്കും കൂടി ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് എൻഡോറൈനൽ ടു ദി ഹിപ്പോ ക്യാമ്പസ്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ഇപ്പോൾ ആൻറ്റീരിയർ ഓൾഫാക്ടറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഓൾഫാക്ടറി ന്യൂക്ലിയസ്, പൈറിഫോം കോർട്ടെക്സ്, എമിഗ്ഡല, ഇവരുടെ ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ്. ഇപ്പോൾ ആൻറ്റീരിയർ ഓൾഫാക്ടറി ന്യൂക്ലിയസ് ആണെങ്കിൽ ക്രിയേറ്റ് ആൻഡ് സ്റ്റോർ ഓൾഫാക്ടറി ജെസ്റ്റോൾസ്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മളുടെ ഇത് ഇൻഫർമേഷൻ, അതിപ്പോൾ എന്ത് സ്മെല്ലാണ് എന്നുള്ളതൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ പൈറിഫോം കോർട്ടെക്സ് ആണെങ്കിൽ ബിഹേവിയറൽ, കൊഗ്നിറ്റീവ് ആൻഡ് കണ്ടെക്സ്ച്വൽ ഇൻഫർമേഷൻ, അത് നമുക്ക് ഓരോന്ന് അത് എന്തൊക്കെയാണെന്ന് റിലേറ്റ് ചെയ്തും ഒക്കെ വെക്കുന്നു. പിന്നെ ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയുള്ളത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ എല്ലാം കോൺഷ്യസ് ഓൾഫാക്ടറി എക്സ്പീരിയൻസ് ആയിട്ട് നമ്മുടെ ഫ്രോണ്ടൽ ലോബിൽ ആണത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ പ്രോസസ്സിംഗ് ഓഫ് ദി ഓൾഫാക്ടറി ഇൻഫർമേഷൻ. ഇപ്പോൾ പ്രത്യേകിച്ചും സെക്ഷുവൽ ഇമോഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ചില സെൻസേഷൻസ് അല്ലെങ്കിൽ സ്മെൽ സെൻസേഷൻസ്, അതൊക്കെ പ്രോസസ്സ് ചെയ്ത് അത് എടുത്തു വെക്കുന്നതൊക്കെയാണ് എമിഗ്ഡല ചെയ്യുന്നത്. അതെല്ലാം ഫ്രോണ്ടൽ ലോബിലേക്കാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ആൻഡ് എൻഡോറൈനൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറി ആയിട്ടാണ്, അതായത് മെമ്മറൈസ് ചെയ്തിട്ടൊക്കെ വെക്കും. അപ്പോൾ അത് ഹിപ്പോ ക്യാമ്പസിലേക്കാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ അത് സ്റ്റോർ ചെയ്ത് വെക്കും, മെമ്മറൈസ് ചെയ്ത് വെക്കും. അത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഓരോ സ്ട്രക്ചേഴ്സിൻ്റെയും ആക്ഷൻ വരുന്നത്. സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മെൽ സെൻസ് ചെയ്യുന്ന സമയത്ത്, സ്മെല്ല് ചെയ്യുന്ന സമയം ആ സീലിയ സ്റ്റിമുലേറ്റഡ് ആവും. ഓൾഫാക്ടറി നെർവ് വഴി ക്രിബ്രിഫോം പ്ലേറ്റ് വഴി പാസ് ചെയ്ത് ഓൾഫാക്ടറി ബൾബിൽ എത്തുന്നു. ഓൾഫാക്ടറി ബൾബിൽ കുഞ്ഞു ഗ്ലോബുലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്, കോൾഡ് ഗ്ലോമെറുലൈ. അവിടെയാണ് ഈ ഓൾഫാക്ടറി നെർവ് വന്ന് എൻഡ് ചെയ്യുന്നത്. അവിടെ നിന്നും അടുത്ത ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്, അതിനെ മിട്രൽ സെൽസ് ആൻഡ് ടഫ്റ്റ് സെൽസ് എന്ന് പറയും. ആ രണ്ട് സെൽസും ആ ഇൻഫർമേഷനെ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ശേഷം അവർ നേരെ ഓൾഫാക്ടറി കോർട്ടെക്സിലേക്കാണ് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഓൾഫാക്ടറി കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആൻറ്റീരിയർ ഓൾഫാക്ടറി കോർട്ടെക്സ്, പൈറിഫോം കോർട്ടെക്സ്, എമിഗ്ഡല ആൻഡ് എൻഡോറൈനൽ കോർട്ടെക്സ്. ഇത് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആൻറ്റീരിയർ ഓൾഫാക്ടറി കോർട്ടെക്സ്, പൈറിഫോം കോർട്ടെക്സ് ആൻഡ് എമിഗ്ഡല, ഇവർ മൂന്നും കണക്ട് ചെയ്യുന്നത് മെയിനായിട്ടും ഫ്രണ്ടൽ ലോബിലേക്കാണ്. ആൻഡ് എൻഡോറൈനൽ കോർട്ടെക്സ് ആ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഹിപ്പോ ക്യാമ്പസിലേക്കാണ്. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷനെ കളക്ട് ചെയ്തിട്ട് അവിടെ വെക്കുന്നു. ഇനി അബൌട്ട് ദി റോൾ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് ഇൻ ഓൾഫാക്ഷൻ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഓരോരോ സ്ട്രക്ചേഴ്സിൻ്റെ കാര്യം അതൊന്ന് റിട്ടൺ ആയിട്ട് കാണിക്കുന്നു. So pre-pyriform cortex and frontal cortex, conscious perception and discrimination of odors. അപ്പോൾ നമ്മളത് ബോധപൂർവം ഓരോ സ്മെൽ സെൻസ് ചെയ്യുന്നു, അതപ്പോൾ എന്ത് സ്മെല്ലാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് ഈ ഫ്രോണ്ടൽ ലോബിൻ്റെയും അതുപോലെ തന്നെ pre-pyriform കോർട്ടെക്സിൻ്റെയും ഫംഗ്ഷൻ. Then amygdala and hypothalamus, emotional and motivational responses to odor. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പലതരത്തിലുള്ള സ്റ്റിമുലേഷൻസ് ഉണ്ടാകുമ്പോൾ, അതിപ്പോൾ സെക്ഷുവൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അല്ലാതെയുള്ള സ്റ്റിമുലേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അതിനോട് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് ഭാവിയിൽ നമുക്കത് വരുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർമ്മ വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് amygdala and hypothalamus. പിന്നെ ആൻറ്റീരിയർ ഓൾഫാക്ടറി ന്യൂക്ലിയസ്, ദാറ്റ് ഇസ് കോർഡിനേഷൻ ഓഫ് ഇൻപുട്ട് ഫ്രം കൺട്രാലാറ്ററൽ ഓൾഫാക്ടറി കോർട്ടെക്സ്. അതായത് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് മൂക്ക് കൂടെ വലിച്ചെടുക്കുന്ന ഇൻഫർമേഷൻ അത് റൈറ്റ് ആൻറ്റീരിയർ ഓൾഫാക്ടറി ന്യൂക്ലിയസും അതിനെ ആക്സെപ്റ്റ് ചെയ്ത് അത് എന്താ പറയണ്ടത്, കോർഡിനേറ്റ് ചെയ്യാണ്. അപ്പോൾ രണ്ട് മൂക്ക് കൂടിയും മണം വരും. നമുക്ക് ഒരു മൂക്ക് കൂടെ മാത്രമല്ല, രണ്ടെന്നും വരും. പക്ഷേ ചിലപ്പോൾ എങ്ങാനും ഒരു മൂക്ക് ബ്ലോക്ക്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലും
നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റേ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ പെർട്ടിക്കുലർ സ്ട്രക്ചർ അതിന് ഇൻഫർമേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ ആൻറ്റീരിയർ ഓൾഫാക്ടറി ന്യൂക്ലിയസ് അല്ലെങ്കിൽ കോർട്ടെക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺട്രാലാറ്ററൽ ഓൾഫാക്ടറി കോർട്ടെക്സ്, അതായത് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓൾഫാക്ടറി കോർട്ടെക്സിന് കിട്ടുന്ന ഇൻഫർമേഷനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ലാസ്റ്റ് വരുന്നത് എൻഡോറൈനൽ കോർട്ടെക്സ് ആൻഡ് ഹിപ്പോക്യാമ്പസ്, അത് ആണ് നേരത്തെ പറഞ്ഞ ഓൾഫാക്ടറി മെമ്മറീസ്. അപ്പോൾ ഇതിനെ ഓർത്ത് വെക്കാനായിട്ട്, മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയും ആണ് നമുക്ക് ഇതിൻ്റെ സ്മെൽ സെൻസേഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന അതിൻ്റെ പാത്വേ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്മെൽ പാത്വേയുടെ അല്ലെങ്കിൽ ഓൾഫാക്ടറി പാത്വേയുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമ്മൾ മറ്റ് സെൻസേഷൻസ്, ഇപ്പോൾ ജനറൽ സെൻസേഷൻസ് പറയുമ്പോൾ അതിൽ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ന്യൂറോൺസ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് സെൻസേഷൻ പറയുമ്പോഴും അതുപോലെ 3 ടൈപ്പ് ന്യൂറോൺസ്, 3 ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് വരുന്നുണ്ട്. വിഷൻ ആയാലും ഓഡിഷൻ ആയാലും ഒക്കെയിട്ടിലും ഇതുപോലെ ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ്, ഒരു 4-5 ടൈപ്സ് ഓഫ് ന്യൂറോൺസ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ സ്മെൽ സെൻസേഷൻ വരുമ്പോൾ അതിനകത്ത് ആകെ 2 ന്യൂറോൺസേ, ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസേ വരുന്നുള്ളൂ. ഒന്ന് ഓൾഫാക്ടറി നെർവ് വരുന്നു, പിന്നെ അവിടെ നിന്നും അത് ഓൾഫാക്ടറി ബൾബിൽ എത്തുമ്പോൾ അവിടെ നിന്ന് മിട്രൽ സെൽസ് ഓർ ടഫ്റ്റ് സെൽസ് അവർ ഓൾഫാക്ടറി ട്രാക്റ്റ് ആയിട്ട് മാറിയിട്ട് ഓൾഫാക്ടറി കോർട്ടെക്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അപ്പോൾ 2 ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഏത് സെൻസേഷൻസ് ആയാലും, അതിപ്പോൾ ജനറൽ സെൻസേഷൻസ് ആയാലും അതെ, നമ്മൾ പറയുന്ന ബാക്കി 3 സ്പെഷ്യൽ സെൻസേഷൻസ് ആയാലും അതെ, അതെല്ലാം തലാമസ് വഴിയാണ് ഇൻഫർമേഷൻ പോകുന്നത് ബ്രെയിനിലേക്ക്. എല്ലാ സെൻസേഷൻസ് അല്ലെങ്കിൽ സെൻസറി ഇൻഫർമേഷനും തലാമസ് വഴിയാണ് പാസ് ചെയ്യുന്നത്, എക്സെപ്റ്റ് ഓൾഫാക്ഷൻ. സ്മെൽ സെൻസേഷൻ മാത്രം തലാമസ് കൂടെയല്ല പാസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യാലിറ്റി ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓൾഫാക്ടറി ഇൻഫർമേഷൻ ഒരിക്കലും നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലുള്ള പ്രൈമറി സെൻസറി ഏരിയ, ദാറ്റ് ഇസ് ഏരിയ നമ്പർ 312 അല്ലെങ്കിൽ 123 എന്ന് പറയുന്ന ആ ഏരിയയിൽ എത്തുന്നില്ല, ഒരു തരത്തിലും എത്തുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്മെൽ സെൻസേഷൻ്റെ ഇൻഫർമേഷൻ എല്ലാം ലിംബിക് സിസ്റ്റത്തിലേക്ക് പോകുന്നുണ്ട്. ലിംബിക് സിസ്റ്റത്തിൻ്റെ പാർട്സ് ആണ് ഹൈപ്പോതലാമസ്, ഹിപ്പോക്യാമ്പസ്, എമിഗ്ഡല ഒക്കെ. അപ്പോൾ ഇതിലേക്കൊക്കെ ഈ സ്മെൽ സെൻസേഷൻ്റെ ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിസ് സ്മെൽ സെൻസേഷൻ ഇസ് കൺസേൺ വിത്ത് ഫുഡ് ആൻഡ് സെക്സ് റിലേറ്റഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മാത്രം ആണ്, അതായത് സ്മെൽ സെൻസേഷനിൽ മാത്രമാണ് ന്യൂറോൺസിന് എക്സ്റ്റേണൽ എൻവയറമെൻ്റ് ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പെയിൻ സെൻസേഷൻ, ജസ്റ്റ് ഫോർ എക്സാമ്പിൾ സ്കിന്നിൽ വരുന്ന സെൻസേഷൻ, അത് ആ സ്കിന്നിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് അതിൻ്റെ താഴെ ഇരിക്കുന്ന നെർവ്സിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്ത് അത് പോകുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മെൽ ചെയ്യുന്ന സമയത്ത് മൂക്കിലുള്ള ഹെയർസ് ആണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. സോ ദേ ഹാവ് ഗോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദി എക്സ്റ്റേണൽ എൻവയറമെൻറ്റ്. അപ്പോൾ അത് സ്മെൽ സെൻസേഷന് മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്ന സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഇസ് അബൌട്ട് ദി ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു സ്മെൽ സെൻസേഷൻ. സോ ഇതിൽ വരുന്നത് ഒന്ന് എനോസ്മിയ, ദാറ്റ് ഇസ് കംപ്ലീറ്റ് ലോസ് ഓഫ് സ്മെൽ സെൻസേഷൻ ആണ്. അത് ചിലപ്പോൾ ഓൾഫാക്ടറി മെംബ്രെയിൻ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓൾഫാക്ടറി നെർവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കാം. ചില സമയത്ത് അത് കൺജനീറ്റൽ ആയിട്ടും വരാം. പിന്നെ ടെമ്പററി ആയിട്ട് നമുക്ക് എനോസ്മിയ ഉണ്ടാവാറുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് മൂക്കടഞ്ഞിരിക്കുന്ന സമയം, ഭയങ്കര സിവിയർ ആയിട്ടുള്ള ജലദോഷമൊക്കെ വരുമ്പോൾ എനോസ്മിയ ഉണ്ടാവാറുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് ടെമ്പററി. Then next comes hyposmia, that is decreased smell sensation. Then comes hyperosmia, that is increased smell sensation. അത് യൂഷ്വലി എഡ്രിനോകോർട്ടിക്കൽ ഡെഫിഷ്യൻസി, അതായത് എഡിസൺസ് ഡിസീസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലൊക്കെയാണ് ഈ ഹൈപ്പറോസ്മിയ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. പിന്നെയുള്ള മറ്റൊന്നാണ് പാരോസ്മിയ, ദാറ്റ് ഇസ് എബ്നോർമൽ സ്മെൽ സെൻസേഷൻ ഡ്യൂ ടു ഓൾഫാക്ടറി കോർട്ടെക്സ് ട്യൂമർ. ഈ ഓൾഫാക്ടറി കോർട്ടെക്സിന് എവിടെയെങ്കിലും ട്യൂമറസ് ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എബ്നോർമലായിട്ട് എക്സസീവായിട്ടൊക്കെ വരുന്ന, എക്സ്ട്രീംലി എക്സസീവായിട്ട് വരുന്ന സ്മെൽ സെൻസേഷനാണ്, ദാറ്റ് ഈസ് കോൾഡ് പാരോസ്മിയ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഓൾഫാക്ഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. താങ്ക് യു.